നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ ബി.ജെ.പിയിൽ സ്വരച്ചേർച്ചകൾ രൂപം കൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ തിരിച്ചടിക്ക് പിന്നിലെ കാരണം ബി.ജെ.പി നേതൃത്വത്തിന്റെ അമിത ആത്മവിശ്വാസമാണെന്നും നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് പിന്നിട്ടിട്ടും നേതാക്കൾ തമ്മിൽ ഭിന്നതകൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഭരണത്തിലും തിരഞ്ഞെടുപ്പിലും ഒട്ടാകെ വിദ്വേഷ പ്രചരണങ്ങൾ മാത്രം പറഞ്ഞിരുന്ന ബി.ജെ.പി നേതൃത്വത്തിന് വലിയ പ്രഹരമായിരിക്കുകയാണിത്. ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും തന്റെ പ്രവർത്തകർ കൂടെ ഉണ്ടാകുമെന്ന അമിത ആത്മവിശ്വാസത്തിനാണ് ഇപ്പോൾ കോട്ടം തട്ടിയിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇപ്പോൾ ഒരു കൂട്ടം പ്രവർത്തകർ ബി.ജെ.പിക്ക് എതിരെ തിരിഞ്ഞത്. അങ്ങനെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കെ ബി.ജെ.പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയുമായി മറ്റു മുതിർന്ന നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. പ്രധാനമായും ചർച്ച ചെയ്തിരിക്കുന്നത് യോഗി വിരുദ്ധ വികാരം തന്നെയാണ്. കുറച്ചു നാളുകളായി യു.പിയിൽ യോഗി ആദിത്യനാഥിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ. യു.പിയിൽ തിരിച്ചടി നേരിട്ടതിൽ പ്രധാന കാരണം യോഗി ആദിത്യനാഥിന്റെ ഭരണവിരുദ്ധ വികാരമാണെന്നാണ് ഉന്നയിക്കുന്നത്. അതുകൂടാതെ യോഗിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന വിഷയം. തോൽവിക്ക് കാരണമായത് യോഗി ആദിത്യനാഥ് ആണെന്ന് യു.പി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ തുറന്നടിച്ചിരിക്കുകയാണ്. ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് യോഗി ആദിത്യനാഥിനെ മാറ്റണമെന്ന ആവശ്യം നേതൃത്വത്തോട് അറിയിച്ചിരിക്കുകയാണ് മൗര്യ. അതോടെ യോഗി വിരുദ്ധ വികാരവും ദേശീയ നേതൃത്വം ചർച്ച ചെയ്തിരിക്കുകയാണ്. അങ്ങനെ യോഗി വിരുദ്ധ വികാരമാണ് നേതൃത്വത്തിൽ അണപൊട്ടി ഒഴുകിയിരിക്കുന്നത്. നേരത്തെ RSS മേധാവി മോഹൻ ഭാഗവത്തും ബി.ജെ.പിക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും തുറന്നടിച്ചിരുന്നു. മോദിയുടെ ജൈവിക ജനനമല്ല ദൈവം അയച്ചതാണെന്ന ആ പ്രസ്താവനയെ അദ്ദേഹം പരിഹസിച്ചിരുന്നു. ബി.ജെ.പിയുടെ അമിത ആത്മവിശ്വാസമാണ് തോൽവിയിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ബി.ജെ.പിക്ക് തകരുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരെ സ്വന്തം വലയിലാക്കി എല്ലാം നേടിയെടുത്തു എന്ന് കരുതി സന്തോഷിക്കുന്ന ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഉപതെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ പ്രവർത്തകരിൽ ഉണ്ടാക്കിയ ഇത്തരം മനോഭാവം പ്രതിഫലിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലായിരിക്കും. എന്തായാലും ഉപതെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കുമെന്ന് മാത്രമല്ല, ഇനി ബി.ജെ.പിക്ക് ഒരു തിരിച്ചുവരവ് അത്ര നിസ്സാരമല്ല. പ്രവർത്തകർ തമ്മിൽ അടിയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പൊതുജനങ്ങൾ വോട്ട് നൽകുക? ഇത്തരം പ്രശ്നങ്ങളെല്ലാം പൊതുജനങ്ങൾക്കിടയിലേക്കും എത്തിച്ചേരുമെന്ന് ഉറപ്പാണ്. ഇന്ന് പ്രവർത്തകർ ബി.ജെ.പിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ പൊതുജനങ്ങൾ ശബ്ദമുയർത്തി തുടങ്ങും. അതിന്റെ ഒരു പടിയായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ആ തിരിച്ചടി. പാർട്ടിയിലെ ഭിന്നത കൂടാതെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഏകോപനം, കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം എന്നീ വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു.